തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചു. മൊട്ടമ്മലിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡാണ് നശിപ്പിച്ചത്. CPM ആണ് പിന്നിലെന്ന് UDF ആരോപിച്ചു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ തൃക്കരിപ്പൂരിൽ പ്രചാരണത്തിനിടെ അത്തരത്തിലുള്ള സംഘർഷ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചത് CPM ആണ് എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ മെട്ടമ്മലിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് വാര്യരുടെ പ്രചരണാർത്ഥം അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡാണ് തകർത്തിട്ടുള്ളത് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു CCTV ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ബൈക്കിലെത്തിയ സംഘമാണ് ആ ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുന്നത്. CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. പക്ഷെ അത് ആരാണ് എന്നത് ഈ ഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ദൂരെയുള്ളൊരു CCTVയിലാണ് ഈ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ UDF പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CPM പ്രവർത്തകരാണ് ഈ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതിന് പിന്നിൽ എന്നതാണ് UDF ആരോപിക്കുന്നത്. ഈ സംഘർഷമില്ലാത്ത തൃക്കരിപ്പൂരിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് എന്നതാണ് UDF ആരോപിക്കുന്നത്. എന്തായാലും പോലീസ് ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും CPM പ്രവർത്തകരാണ് ഈ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതിന് പിന്നിൽ എന്നതാണ് UDF ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.